ഒരാളുടെ വ്യക്തിത്വം അയാളുടെ സ്വത്വം മാത്രമായി ചുരുങ്ങുന്നത് എന്തൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. ഒരു സർവകലാശാല അതിൻ്റെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഇല്ലാതാക്കിയ രോഹിത് വെമുല അയാളുടെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയതാണ്. 8 വർഷങ്ങൾക്കിപ്പുറം രോഹിത് വെമുലയുടെ മരണത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസ് തെലങ്കാന പോലീസ് അവസാനിപ്പിക്കുന്നതായി ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയിൽ തെലങ്കാന പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം രോഹിത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയല്ല. തൻ്റെ യഥാർത്ഥ സ്വത്വം ആളുകൾ തിരിച്ചറിയുന്നത് ഭയന്നാണ് രോഹിത് ആത്മഹത്യ ചെയ്തതെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അയാൾ ഉൾപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ രോഹിതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ട്. സെക്കന്ദരാബാദ് MP-യും മുൻ മന്ത്രിയുമായിരുന്ന ബന്ദാരു ദത്താത്രേയ, ഹൈദരാബാദ് സർവകലാശാലയുടെ അന്നത്തെ VC ആയിരുന്ന അപ്പറാവ് പോഡിലെ ABVP നേതാക്കൾ, അന്നത്തെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി എന്നിവരെയാണ് ഈ റിപ്പോർട്ട് വിശുദ്ധരാക്കുന്നത്. ഒരു മനുഷ്യന്റെ മൂല്യം ഒരു വോട്ടോ ഒരു സംഖ്യയോ ഒരു വസ്തുവോ മാത്രമായി കണക്കാക്കുന്ന സംവിധാനത്തിന്റെ തീരുമാനങ്ങളിൽ ഒട്ടും വിശ്വാസമില്ലാതിരുന്ന രോഹിത്തിനെ ഈ തീരുമാനം കൊണ്ട് ഇല്ലാതാക്കാൻ ഭരണകൂടത്തിന് സാധിക്കില്ല എന്ന് അയാളുടെ മരണത്തിന് ശേഷമുള്ള 8 വർഷങ്ങൾ തെളിയിച്ചതാണ്. ജീവിതം തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എപ്പോഴെങ്കിലും മാറണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് രോഹിത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നും അങ്ങനെ സംഭവിക്കാൻ ഈ സംവിധാനം അനുവദിക്കില്ല എന്നും മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ജീവിതം അവസാനിപ്പിക്കാൻ അയാൾ തീരുമാനിക്കുന്നത്. രോഹിത് വെമുലയുടെ ആത്മഹത്യയെ തുടർന്ന് നീണ്ട ലീവിൽ പ്രവേശിച്ച അന്നത്തെ VC അപ്പറാവ് പോഡിലെ പിന്നീട് എല്ലാം തണുത്തപ്പോൾ തിരിച്ചെത്തി. അപ്പറാവ് വൈസ് ചാൻസലറായിരുന്ന കാലത്ത് കടുത്ത വിദ്യാർത്ഥി വിരുദ്ധത ആ ക്യാമ്പസിൽ നടന്നിട്ടുണ്ട് എന്നതിന് തെളിവുകളുണ്ട്. ആ കാലയളവിൽ ഹോസ്റ്റൽ മുറികളിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി അപ്പറാവു ആ കലാലയത്തെ എങ്ങനെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കാൻ. എനിക്കെൻ്റെ ബാല്യകാലത്തെ ഏകാന്തതയിൽ നിന്ന് ഒരിക്കലും മുക്തനാകാൻ സാധിച്ചിട്ടില്ല. ആരാലും അംഗീകരിക്കപ്പെടാത്ത കുട്ടിയാണ് എൻ്റെ ഭൂതകാലത്തിൽ മുഴുവൻ, രോഹിത് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി. തെലങ്കാന ഭരണകൂടവും പോലീസും കേന്ദ്ര സർക്കാരും പൂർണ്ണമായും രോഹിത്തിൻ്റെ മരണത്തിനു കാരണക്കാരായവരോടൊപ്പമാണ് കഴിഞ്ഞ 8 വർഷവും നിന്നത്. 2016 ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ ABVP വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രോഹിത് വെമുലക്കെതിരെ സർവകലാശാല നടപടിയെടുക്കുന്നതിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. PhD ചെയ്തുകൊണ്ടിരുന്ന ഒരു ദളിത് സ്കോളറായ രോഹിത്തിൻ്റെ 25,000 രൂപ വരുന്ന ഫെലോഷിപ്പ് അതോടുകൂടി സർവകലാശാല നിർത്തലാക്കി. അച്ഛനാൽ നേരത്തെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട രോഹിത്തിനെ തന്നാൽ ആവും വിധം പിന്തുണയ്ക്കുന്നത് അമ്മ രാധിക വെമുലയാണ്. എല്ലാ പ്രതിസന്ധികൾക്കിടയിൽ നിന്നും പഠിച്ച് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർവകലാശാലയിൽ എത്താൻ സാധിച്ചു എന്നതു തന്നെ അയാൾ താണ്ടിയ ദൂരത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അയാളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏക ആശ്രയം ഫെലോഷിപ്പാണ്. അതാണ് സർവകലാശാല എടുത്തുമാറ്റിയത്. ABVP നൽകിയ പരാതി കേന്ദ്രമന്ത്രിയായ ബന്ദാരു ദത്താത്രേയ അന്നത്തെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിക്ക് കൈമാറുകയും സ്മൃതി ഇറാനി വിഷയം സമഗ്രമായി അന്വേഷിക്കണമെന്ന് സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവതരമായ പ്രശ്നമാണ് തങ്ങളുടെ ഹോസ്റ്റൽ മുറി നഷ്ടമാവുക എന്നത്. സർവകലാശാല അന്വേഷിക്കുകയും രോഹിത് ഉൾപ്പെടെ 4 പേരെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഭാഗമായി രോഹിത് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാണ് ABVP പരാതി നൽകിയത്. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതോടെ രോഹിത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നിരാഹാര സമരം ആരംഭിച്ചു. ഒടുവിൽ 2016 ജനുവരി 17 രോഹിത് വെമുല എല്ലാ പ്രതീക്ഷകളും നശിച്ച് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ 8 വർഷമായി തൻ്റെ മകന് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി രാധിക വെമുല കയറിയിറങ്ങാത്ത വാതിലുകളില്ല. അസംഖ്യം ക്യാമ്പസുകളിൽ അവർ കുട്ടികളോട് സംവദിച്ചു. ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ നിലവിൽ വന്ന് 4 മാസം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ കേസ് പോലീസ് അവസാനിപ്പിക്കുന്നത്. ഭാരത് ജോഡോയുടെ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ക്ഷണം സ്വീകരിച്ച് രാധിക വെമുല യാത്രയിൽ പങ്കെടുത്തിരുന്നു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകിയ വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി എന്ന് മറന്നുകൂടാ. ഒരു കോൺഗ്രസ് സർക്കാരിന് ഈ അനീതിയെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, രോഹിത്തിൻ്റെ സ്വത്വത്തെ പോലും റദ്ദു ചെയ്തു കളയുന്ന ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല എന്നത് നിഷ്കളങ്കമായൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ രോഹിത് വെമുലയെ പേടിച്ചതുപോലെ മറ്റൊരു വിദ്യാർത്ഥി നേതാവിനെയും ഇന്ത്യയിലെ ഭരണകൂടം ഭയന്നിട്ടുണ്ടാവില്ല. എല്ലാ സർവകലാശാലയിലെയും വിദ്യാർത്ഥികളെ ഇതുപോലെ ഒരുമിച്ച് നിർത്താനും വിശ്രമമില്ലാത്ത സമരത്തിലേക്ക് നയിക്കാനും മറ്റൊരു നേതാവിനും സാധിച്ചു കാണില്ല. എനിക്ക് വേദനയില്ല, വിഷമമില്ല, എന്നിൽ ശൂന്യത മാത്രമേ ഉള്ളൂ എന്നെഴുതിയ രോഹിത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ കാൾ സാഗനെക്കുറിച്ചും പറയുന്നുണ്ട്. ശൂന്യത മാത്രമേ ഉള്ളിലുള്ളൂ എന്നെഴുതുന്ന രോഹിത് കാൾ സാഗനിലൂടെ നക്ഷത്രങ്ങളെയും പ്രകൃതിയെയും ഓർമ്മിക്കുന്നു. ജനാധിപത്യ വിശ്വാസികളായ ഈ രാജ്യത്തെ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലും ഓരോ ക്യാമ്പസുകളിലും അണയാത്ത ആവേശവും ധൈര്യവും പകർന്ന് രോഹിത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. രോഹിത്തിനെ കടന്നു വെച്ച് പോകാനാകാത്ത വിധം ചരിത്രത്തിൽ അയാൾ അടയാളപ്പെട്ടു കഴിഞ്ഞു.